ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്ലാസ് 4th ഹിന്ദിയിലെ നീം എന്ന കവിതയാണ്. നീം ട്രീ എന്ന് പറഞ്ഞാൽ വേപ്പിൻ്റെ മരം, വേപ്പ് അല്ലെങ്കിൽ ആര്യവേപ്പ്. നീം എന്ന ഈ കവിത എഴുതിയതാരാണ്? ഹരീഷ് നിഗം. ഈ കവിത വേപ്പിൻ്റെ ഔഷധ ഗുണങ്ങളെയും അത് പ്രകൃതിക്ക് നൽകുന്ന സേവനങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. വേപ്പ് ഒരു ഔഷധ ഗുണമുള്ള വൃക്ഷമാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. വേരിയസ് സ്കിൻ പ്രോബ്ലംസിന് ട്രഡീഷണൽ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ നീം ഓയിൽ, സോപ്പ്, ഷാംപൂ, കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പലതരം മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ വേപ്പിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങളുണ്ട്. നമുക്ക് ഈ കവിത വായിച്ചുകൊണ്ട് ഓരോരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. ക്ലാസ് 6th ഹിന്ദി ഓൾ ചാപ്റ്റേഴ്സ് മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോസും, ക്ലാസ് 7th ഹിന്ദി ഓൾ ചാപ്റ്റേഴ്സ് മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോസും, പിന്നെ ഹിന്ദി ഗ്രാമറും ക്ലാസ് 5 ഹിന്ദി ചാപ്റ്റേഴ്സുമെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് കവിത ഒന്ന് റിസൈറ്റ് ചെയ്യാം. ലഹരാത്ത ബൽഖാത്ത നീം, दिन भर हंसता गाता नीम, चिड़िया कौवा तोता सबसे अपना नेह जताता नीम, नहीं डॉक्टर फिर भी देखो कितने रोग भगाता नीम, चले प्रदूषित वायु कभी तो उसको शुद्ध बनाता नीम, कड़वे तन में मन को मीठा रखना हमें सिखाता नीम, हवा चले तो झूम झूम के सबका मन बहलाता नीम, लेता नहीं किसी से कुछ भी पर कितना दे जाता नीम. लहराता बल खाता नीम, दिन भर हंसता गाता नीम. ലഹരാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹവാക്കെ ജോക്കേസെ ഇതർ ഉദർ ഹിൽന ഡോൽന. അതായത് കാറ്റ് വീശുമ്പോൾ, ചെറിയ കാറ്റ് വീശുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയുക, അതിനാണ് ലഹരാത്ത എന്ന് പറയുന്നത്. ബൽഖാത്ത എന്ന് പറഞ്ഞാൽ ജോ ബീച്ച് മേ ഇതർ ഉദർ ജുക്കായ ഗോമാഹോ, ഇടയിൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഇങ്ങനെ കറങ്ങിയൊക്കെ ആടിയുലയുക, അതിനാണ് ബൽഖാത്ത എന്ന് പറയുന്നത്. അപ്പോൾ ആടി ഉലഞ്ഞുകൊണ്ട് കാറ്റ് വീശുമ്പോൾ ആടി ഉലയുന്ന നീം ട്രീ, വേപ്പിൻ്റെ മരം. ദിൻബർ ഹസ്ത ഗാത്ത നീം. കവി എന്താണ് പറയുന്നത്? ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ ആടി ഉലയുന്നു, ഇത് ദിവസം മുഴുവൻ. ദിൻബർ എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ, ഹസ്ത ഗാത്ത നീം, ചിരിക്കുകയും പാടുകയും ചെയ്യുകയാണ് നീം ട്രീ എന്നാണ് കവി പറയുന്നത്. ഹസ്ത, ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഗാന പാടുക. ഹസ്ത ഗാത്ത നീം, ദിവസം മുഴുവനും പാട്ട് പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ വേപ്പിൻ്റെ മരം ചെയ്യുന്നത്. ചിടിയ കൗവ തോത്ത സബ്സെ അപ്നാ നേഹ് ജതാത്ത നീം. ചിടിയ പക്ഷി, കൗവ കാക്ക, തോത്ത തത്ത പാരറ്റ്, എല്ലാവരോടും എല്ലാ പക്ഷികളോടും അപ്ന തൻ്റെ, നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്യാർ സ്നേഹം, ജതാത്ത അതായത് ദിഖാത്ത, ജതാന എന്ന് പറഞ്ഞാൽ കാണിക്കുക, കാണിക്കുന്നു. നീം ട്രീ, ചിടിയ അതായത് ഇവിടെ ചിടിയ കാണിക്കുന്നുണ്ട്, കുരുവികളോടും കാക്കകളോടും പിന്നെ തത്തയോടുമൊക്കെ തൻ്റെ സ്നേഹം കാണിക്കുന്നു. നീം ട്രീ ഈ പക്ഷികളോടൊക്കെ തൻ്റെ സ്നേഹം കാണിക്കുന്നു. കവി कहते हैं कि ऐसा लगता है कि वह पूरे दिन ദിവസം മുഴുവനും हंसता और गाता हुआ झूमता रहता है और चिड़िया कौवा तोता आदि सभी से अपना प्यार दिखाता है. കുരുവിയോടും കാക്കയോടും പിന്നെ തത്തയോടുമൊക്കെ തൻ്റെ സ്നേഹം കാണിക്കുന്നു. പിന്നെ ഇവരെന്ത് ചെയ്യുന്നു? ഈ പക്ഷികൾ എന്താണ് ചെയ്യുന്നത്? നീം കി ഡാൽ പർ ബൈഠ്കർ യേ പക്ഷി ആനന്ദിത് ഹോത്തെ ഹെ. ഈ മരത്തിൻ്റെ കൊമ്പിലിരുന്നിട്ട്, നീം ട്രീയുടെ കൊമ്പിലിരുന്നിട്ട് പക്ഷികളെല്ലാം സന്തോഷിക്കുന്നു. തോത്തയും കൗവയും പിന്നെ ചിടിയയും ഒക്കെ സന്തോഷിക്കുന്നു, മരത്തിൻ്റെ ഈ കൊമ്പിലിരുന്നിട്ട് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്യാർ, ജതാന ദിഖാന. നെഹി ഡോക്ടർ ഫിർ ബി ദേഖോ കിത്തനെ രോഗ് ഭഗാത്ത നീം. നെഹി ഡോക്ടർ,
നെയിം ട്രീ ഒരു ഡോക്ടറല്ല. ഫിർബി എന്നിട്ടും ദേക്കോ നോക്കൂ, കിത്തനെ രോഗ് ഭഗാത്ത നെയിം എത്ര രോഗങ്ങളെയാണ് ഭഗാത്ത അതായത് ഇല്ലാതാക്കുന്നത്. ഭഗാന എന്ന് പറഞ്ഞാൽ ഓടിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്ര രോഗങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്. ഈ നെയിം ട്രീ എത്ര രോഗങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ് വേപ്പ്. വേപ്പ് ഒരു ഡോക്ടർ അല്ലെങ്കിലും അതിൻ്റെ ഇലകളും തൊലിയും ഒക്കെ ഉപയോഗിച്ച് നിരവധി രോഗങ്ങളെ അകറ്റാൻ ഇതിന് കഴിയുന്നുണ്ട്. ചലേ പ്രദൂഷിത് വായു കഭീതോ ഉസ്കോ ശുദ്ധ ബനാത്ത നെയിം. ചലേ പ്രദൂഷിത് വായു. പ്രദൂഷിത് വായു എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായ വായു, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വായു, അന്തരീക്ഷം. മലിനമായ അന്തരീക്ഷത്തെ എന്താക്കുന്നു? ശുദ്ധ ബനാത്താനെയും ശുദ്ധമാക്കുന്നു. ഈ നെയിം ട്രീ ശുദ്ധമാക്കുന്നു. അന്തരീക്ഷത്തിലെ മലിനമായ വായുവിനെ ശുദ്ധീകരിക്കാൻ ഈ വേപ്പ് സഹായിക്കുന്നുണ്ട്. കടുവേ തന്മേ മനുക്കോ മീട്ട രക്ന ഹമേ സിക്കാത്ത നെയിം. കടുവേ തന്മേ. കടുവ എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്പുള്ള. തൻ ശരീരം. കയ്പുള്ള ശരീരത്തിൽ മനസ്സിനെ, മൻകോ മനസ്സിനെ, മീഠ മധുരമുള്ളത്, രക്ന ഹമേ സിക്കാത്താനി മധുരമുള്ളതായിട്ട് വയ്ക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഹമേ സിക്കാത്താഹെ നമ്മെ പഠിപ്പിക്കുന്നു ഈ നെയിം ട്രീ. അതായത് നെയിം ട്രീയുടെ ഇലകൾക്കൊക്കെ കയ്പ് രസമാണ് അല്ലേ? പക്ഷേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. വേപ്പിൻ്റെ ഇലകൾക്ക് കയ്പാണെങ്കിലും അല്ലെങ്കിൽ കയ്പ് രസമുള്ളതാണെങ്കിലും അത് തണലും കാറ്റും ഔഷധങ്ങളുമൊക്കെ നൽകിയിട്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കടുവേ തന്മേ മൻകോ മീട്ട രക്നെ ഹമേ സിക്കാത്താനെ. അപ്പം അത് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കണം, എല്ലാവരെയും സഹായിക്കണം, മനസ്സിൽ നന്മയുണ്ടാകണം. ശരീരം എങ്ങനെയുള്ളതാണെങ്കിലും മനസ്സിൽ നന്മയുണ്ടാകണമെന്ന് ഈ നെയിം ട്രീ നമ്മെ പഠിപ്പിക്കുന്നു. കടുവേ തൻ അതായത് കയ്പുള്ള ശരീരത്തിൽ മനസ്സിനെ മധുരമുള്ളതാക്കാൻ നമ്മെ ഈ നെയിം ട്രീ പഠിപ്പിക്കുന്നു. हवा चले तो झूम झूम के सबका मन बहलाता नीम, लेता नहीं किसी से कुछ भी पर कितना दे जाता नीम. हवा चले तो. हवा എന്ന് പറഞ്ഞാൽ കാറ്റ്. ഹവാ ചലേത്തോ കാറ്റ് വീശുകയാണെങ്കിൽ ജൂം ജൂം കെ. ജൂം ജൂം കെ എന്ന് പറഞ്ഞാൽ ഇതർ ഉദർ ഹിൽ ഡുൽഗർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് ആടി ആടി സബ്ക മൻ ബഹലാത്താനെ. മൻ ബഹലാന എന്ന് പറഞ്ഞാൽ മൻകോ ഖുഷ് കർണ അതായത് മനസ്സിനെ സന്തോഷിപ്പിക്കുക. എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു ഈ നെയിം ട്രീ. കാറ്റ് വീശുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു നെയിം ട്രീ. ലേത്ത നെഹി കിസി സേ കുച്ച് ഭി പർ കിത്ന ദേ ജാത്ത നെയിം. ലേത്ത നെഹി ഒന്നും വാങ്ങിക്കുന്നില്ല, ആരിൽ നിന്നും ഒന്നും വാങ്ങിക്കുന്നില്ല. കിസീസെ കുച്ചുബി ആരിൽ നിന്നും ഒന്നും വാങ്ങിക്കുന്നില്ല. പർ പക്ഷേ കിത്തന ദേജാത്ത നെയിം എത്രയാണ് നൽകുന്നത്. ഈ നെയിം ട്രീ നമുക്ക് നൽകുന്നത് എത്രയാണ്, അതായത് എല്ലാവർക്കും സന്തോഷം നൽകുന്നു. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ വേപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എല്ലാവരെയും സഹായിക്കണമെന്ന് വേപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. ലഹരാത്ത ബലിക്കാത്ത നീയും ദിൻഭർ ഹസ്ത ഗാത്ത നീയും ചിടിയ കൗവ തോത്ത സബ്സെ അപ്ന നേഹ് ജതാത്ത നീം. ഈ വരികളിൽ നീം ട്രീയുടെ സൗഹൃദവും സ്നേഹവും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? കാറ്റിലിളകിയാടുന്ന വേപ്പ് മരം പക്ഷികളോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷികളും ഇതിൻ്റെ കൊമ്പിൽ വന്നിരുന്നിട്ട് ആനന്ദിക്കുന്നു. നഹി ഡോക്ടർ ഫിർബി ദേക്കോ കിത്തനെ രോഗ് ഭഗാത്താനേം. ഈ വരികളിൽ വേപ്പിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചാണ് കവി പറഞ്ഞിരിക്കുന്നത്. വേപ്പ് ഡോക്ടർ അല്ലെങ്കിലും അതിൻ്റെ ഇലകളും തൊലിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നിരവധി രോഗങ്ങൾ അകറ്റാൻ കഴിയുന്നുണ്ട്. ചലേ പ്രദൂഷിത് വായു കഭീതോ ഉസ്കോ ശുദ്ധ ബനാത്താനേം. മലിനമായ അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിലും വേപ്പിന് പങ്കുണ്ട്. കടുവേ തന്മേ മൻകോ മീഠ രക്ന ഹമേ സിക്കാത്ത നീം. ഹവാ ചലേ തോ ജൂം ജൂം के सबका मन बहलाता नीम. लेता नहीं किसी से कुछ भी
पर कितना दे जाता नीम. ഇവിടെ വേപ്പിൻ്റെ ത്യാഗ മനോഭാവത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതായത് വേപ്പിൻ്റെ ഇലകൾക്ക് കയ്പ്പാണെങ്കിലും അത് തണലും കാറ്റും ഔഷധങ്ങളും എല്ലാം നൽകിയിട്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്നു. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ വേപ്പ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.